ഇത് ഒരാൾക്ക് ലഭിക്കുന്ന സംരക്ഷണം പിശാചിൽ നിന്നുള്ള കാവൽ രാത്രിയിലെ ഇബാദത്ത് എന്ന നിലയിലെല്ലാം മതിയാകും. അല്ലാഹു ഒരാളോടും അയാളുടെ കഴിവിലുപരിയായിട്ടുള്ളതൊന്നും കൽപ്പിക്കുകയില്ല. ദൂതന്മാർക്കിടയിൽ ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ഓരോരുത്തരും പ്രവർത്തിച്ച നല്ല കാര്യങ്ങൾ അവർക്കു തന്നെയാണ്, അവർ പ്രവർത്തിച്ച ചീത്ത കാര്യങ്ങൾ അവർക്കെതിരെയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അതിമഹത്തായ മറ്റൊരു ആയത്തിനെ കുറിച്ച് അതാണ് പറഞ്ഞത്. അപ്പൊ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ടായതുകളായ അഥവാ ആമിൻ റസൂൽ, ഈ രണ്ട് വചനങ്ങളുടെ അർത്ഥവും ആശയങ്ങളും ശ്രേഷ്ഠതകളും എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കമന്റ് വിടാനൊന്നും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫദ്ദിഖു ബൈന അഹദിൻ മിർ റസുലിഹി വഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഈ ആയത്തിന്റെ അർത്ഥം നോക്കാം. നമുക്ക് ആദ്യത്തെ ആയത്തിന്റെ അർത്ഥം അതിന്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ പറഞ്ഞുതരട്ടോ. ആമിന റസൂല് തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് തനിക്ക് അവതരിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും അതിൽ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി, അവരെല്ലാം അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. അവർ പറയുന്നു, അവന്റെ ദൂതന്മാരിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. വഖാലൂ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നും അവർ പറഞ്ഞു. ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പാപമോചനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. അടുത്തത് രണ്ടാമത്തെ ആയത്ത്. അതിന്റെ അർത്ഥം നോക്കിയൊക്കെ നമുക്ക് രണ്ടാമത്തെ ആയത്ത് മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെയും പ്രാർത്ഥനയെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിലുപരിയായിട്ടുള്ളതൊന്നും കൽപ്പിക്കുകയില്ല. ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്, ഓരോരുത്തരും പ്രവർത്തിച്ച നല്ല കാര്യങ്ങൾ അവർക്ക് തന്നെയാണ്, അവൻ പ്രവർത്തിച്ച ചീത്ത കാര്യങ്ങൾ അവർക്കെതിരെയും. ഇതിനുശേഷം വിശ്വാസികൾ വിനയത്തോട് നടത്തുന്ന പ്രാർത്ഥന. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ മറന്നു പോവുകയോ ഞങ്ങൾക്ക് അബദ്ധം പറ്റുകയോ ചെയ്താൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. റബ്ബനാ വലാ തുഹമ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതൂ അലല്ലദീന മിൻ ഖബലിനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് മുമ്പിലുള്ളവരുടെ മേൽ നീ ചുമത്തിയതുപോലെ ഭാരം നീ ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം നീ ഞങ്ങളെ ചുമതലപ്പെടുകയും അരുത്. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുകയും ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്യണമേ.
നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. അതിനാൽ സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഈ രണ്ട് ആയത്തിന്റെയും അർത്ഥങ്ങളാണ്. അപ്പൊ ഇത് അതിന്റെ വിശദീകരണങ്ങളോട് പറഞ്ഞു തരട്ടോ. അതിലെ സമ്പൂർണ്ണ വിശ്വാസം, ഏകദൈവ വിശ്വാസം ഒന്നാമത്തതാണ് ഞാൻ പറഞ്ഞിരുന്നത്. എല്ലാ വേദഗ്രന്ഥങ്ങളിലുമുള്ള വിശ്വാസം, എല്ലാ പ്രവാചകന്മാരുള്ള വിശ്വാസം, ഈമാനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ഇവിടെ ഉറപ്പിക്കുന്നു. അടുത്തത് രണ്ടാമത്തത് പ്രവാചകന്മാരോടുള്ള സമഭാവന. ദൂതന്മാർക്കിടയിൽ ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല എന്ന പ്രഖ്യാപനം എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. അടുത്തത് മൂന്നാമത്തത് കഴിവിനനുസരിച്ചുള്ള ബാധ്യത. അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിലുപരിയായിട്ടുള്ളതൊന്നും കൽപ്പിക്കുകയില്ല എന്ന വാക്യം വിശ്വാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്നു. ദീൻ എളുപ്പമാണ് എന്നതിന്റെ തെളിവാണിത്. അടുത്തത് 4, വിനയമുള്ള പ്രാർത്ഥനകൾ. മറവിയോ അബദ്ധമോ കാരണം സംഭവിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാനുള്ള വിനയത്തോടെയുള്ള ദുആകൾ ഈ ആയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അഞ്ചാമത്തത് ആയത്തിന്റെ ശ്രേഷ്ഠതയാണ് ഫദ്ല്. അതിന്റെ പ്രതിഫലം എന്താന്ന് പറഞ്ഞു തരാം. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ രാത്രിയിൽ സൂറത്തുൽ ബഖറയിലെ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അവന് അത് മതിയാകുന്നതാണ്. അഥവാ ആ രാത്രിയിലെ എല്ലാ വിഷമതകളിൽ നിന്നും അവന് മതിയാകും. സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം. ഇത് ഒരാൾക്ക് ലഭിക്കുന്ന സംരക്ഷണം, പിശാചിൽ നിന്നുള്ള കാവല്, രാത്രിയിലെ ഇബാദത്ത് എന്ന നിലയിലെല്ലാം മതിയാകും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇതിനു പുറമെ സ്വർഗത്തിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വഴി പ്രത്യേകമായി ലഭിച്ച 2 പ്രകാശങ്ങളാണ് ഈ ആയത്തുകൾ എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രകൾ തന്നെ ഉള്ളൂ. അപ്പൊ അവസാനമായിട്ട് നിങ്ങളോട് പറയാണ്, അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്തും മറ്റു സമയങ്ങളിലും ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ കാവലും അനുഗ്രഹവും നേടാൻ ഇത് നമ്മെ സഹായിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും ഇതിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ചാനൽ കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെച്ചാൽ അത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള ഇസ്ലാമിക് വിവരങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടും. പിന്നെ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വ്ലോഗുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.